Good morning, sir. Yes, good morning. Good morning, sir. Okay. Good morning, sir. Good morning. Good morning, sir. Okay. Okay. Morning. Yes, Fatima. Good morning, sir. Yes, good morning. Let us start. Okay. Ready. Okay. We were discussing about two types of tense, that is simple present and then simple past. How can we write a simple present tense? That we discussed. How can we write simple past tense? That also we discussed. Two tense. In the simple past tense, we also told about the positive type of sentences and negative type of sentences. Okay. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നടത്തിയത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ചു, പക്ഷെ ആരും പറഞ്ഞില്ല. എന്നാലും ഞാൻ അങ്ങോട്ട് പറയുകയാണ്. നമ്മളൊരു കത്ത് എഴുതുന്നതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അല്ലേ? I told you about a letter. Suppose that your daughter or your son got a full A+. How can you write a letter to your friend? എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതാൻ പറ്റും? ആ കത്തിലെ വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേര് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒന്ന് ആലോചിക്കാനുള്ള സമയത്തിന് വേണ്ടിയിട്ട് ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ തകർത്തേക്കാം എന്ന് പറഞ്ഞു. എനിബഡി റെഡി? സവിത റെഡിയാണ്. ഇനി ആരാണ്? നിഷിത റെഡിയാണ്. സവിത റെഡി, നിഷിത റെഡി. ഓക്കെ, രണ്ടുപേര് റെഡിയാണ്. ഇനി ഈ രണ്ടുപേര് പറയുമ്പോഴേക്കും ഞാൻ ബാക്കിയുള്ളത് പറയാം, അല്ലെങ്കിൽ ഞാൻ റെഡി ആയിക്കോളാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറയാം എന്നുറപ്പുള്ളവരാരൊക്കെ ഉണ്ട്? രശ്മി ഉണ്ട്. നമ്മളാകെ ഇവിടെ ഓക്കെ, ആർച്ചി ഉണ്ട്. ഇനി രശ്മി ഉണ്ട്, ആർച്ചി ഉണ്ട്. പിന്നെ നേരാണ് നിങ്ങൾക്ക് എന്തായാലും ധൈര്യമില്ലാത്തത്? ഒരു കോൺഫിഡൻസ് ലെവൽ വേണം. പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയണ്ടേ?
യെസ്, ക്യുക്കായ തീരുമാനം എടുക്കാൻ പറ്റണം. ആ തീരുമാനം ശരിയായിരിക്കും വേണം. ഓക്കെ, ആഷില് റെഡിയാണ്. വെരി ഗുഡ്, ആഷില് റെഡിയാണ്. ഓക്കെ, യെസ്, ക്യൂക്ക് ഡിസിഷൻ, ആ തീരുമാനം കറക്റ്റ് ആയിരിക്കും വേണം. യെസ്, ഇനി ആരാണ്? അവര് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു റെഡി. ഓ യെസ്, ഓക്കെ. സുമിത റെഡിയാണോ? സുമിത, ഹലോ സർ, ഗുഡ് മോർണിംഗ്. അപ്പൊ സുമിത പറയാൻ റെഡിയല്ലേ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ സാർ ഞാനിപ്പോ കേറിയുള്ളൂ, എന്താന്ന് കേട്ടില്ലായിരുന്നു. സൗമ്യ റെഡി. ഓക്കെ ഓക്കെ ഓക്കെ, സൗമ്യ. ഞാൻ കേട്ടിട്ടില്ല, ഞാനിപ്പോ കേറിയിട്ടേ ഉള്ളൂ. എന്തായാലും അത് തന്നു, ഇനി മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ, പറഞ്ഞോളൂ സാർ. പറയുമല്ലോ, അപ്പൊ കേട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടും. ഓക്കെ, ഇനി ആരാണ്? സാർ എന്താ പറയണ്ടെന്ന് പറഞ്ഞില്ല. പറയേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ അല്ലെങ്കിൽ മകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയതിന്റെ കത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കത്ത്, ശരിയാ. കത്താണ്, കത്തൊക്കെ ഞാൻ അത് ഒരു കാര്യം പറയുക. നമ്മ പെട്ടെന്ന് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. അപ്പോ ഇതിന്റെ അകത്ത് ഇപ്പൊ ആരെയും വിളിക്കുക? ഓക്കെ, അഭിരാമി, വെരി ഗുഡ്, മിടുക്കി. അപ്പൊ അഭിരാമിക്ക് തോന്നി അത് പറയണമെന്ന്. ഓക്കെ, അഭിരാമി. യെസ്, അഭിരാമി. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇതിന്റെ അകത്ത് കീർത്തന. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഓഫ് ചെയ്തോ? ഇത് ചോദിക്കുന്നത് കീർത്തനോടെ ആണ് എങ്കിലും ചോദ്യം എല്ലാവരോടും കൂടിയാണ്. അപ്പൊ ആദ്യത്തെ ആൻസർ മാത്രം കീർത്തനക്ക് പറയാം, മറ്റേ ആൻസർ അതിനുശേഷമുള്ള ആൻസർ പറയും. ഓക്കെ, അപ്പൊ ചോദ്യം ക്വസ്റ്റ്യൻ കീർത്തന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഒരു ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. You are a great officer with a high position, and you are having very huge amount of salary by the government of India. Okay, പറഞ്ഞിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്, അങ്ങനെ വിചാരിക്കുക. അപ്പോ അത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. യു ഹാവ് ടു കീപ് യുവർ സ്റ്റാൻഡേർഡ്. കാരണം അപ്പൂപ്പാളൊന്നുമല്ല, യു ആർ എ റെസ്പെക്ടബിൾ പേഴ്സൺ. ആൻഡ് സപ്പോസ് ദാറ്റ് യു ആർ പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് എ റിവർ. നിങ്ങളൊരു നദിയുടെ സമീപത്തൂടെ കടന്നു പോവുകയാണ്. സഡൻലി യു സീ എ ബേബി സിംഗിങ് ഇൻ ദ വാട്ടർ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ നദിയിൽ ഒരു ചെറിയ കുട്ടി മുങ്ങി താണുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. There is nobody nearby. അടുത്ത് നിന്നും ആരുമില്ല. What you will do? ചോദ്യം ഇത്. ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചു നോക്കണം. വാട്ട് യു വിൽ. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡിനും വളരെയധികം വിലയുള്ളതാണ്. You don't know how to see. What is it? Okay. Yes, പറയൂ. കീർത്തനക്ക് എന്ത് തോന്നുന്നു? കീർത്തനോട് മറുപടി പറയും. ഞാനെടുത്ത് ചാടും. You don't know how to see. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. നീന്താൻ അറിയില്ലേലും കുഞ്ഞായതുകൊണ്ട്. What you will do? സാറേ, എനിക്ക് ഇച്ചിരി സമയം
ഇതേ ഇന്ത്യൻ Sir. ഓക്കെ രശ്മിയാണ് പറയാൻ പോലെ. Sir, I'll contact the nearby police station and ask for help. But Rashmi told that she will contact near the police station and ask for help. Okay. Yes. ഒരു സപ്പോസ് ഒരു വേറെ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുക. അങ്ങനെ പോയി വരുമ്പോഴേക്കും സിവിയർ കണ്ടീഷൻ ആവും. അല്ലെങ്കിൽ നിയർ ബൈ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടമാണോ? ഞാൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് മൊബൈൽ ഒന്നും ഇല്ല കാലഘട്ടമാണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം കോണ്ടാക്ട് ചെയ്യാൻ കുറച്ചങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അപ്പോഴേക്കും ഇത് സിവിയർ ആവും. യെസ്, അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട് എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും ലക്ഷ്മി? Then it will be a do or die situation. I'll jump in and try to save that child. Rashmi, that you know that you don't know how to swim. Suppose you are jumping into the river and the next person who comes have to save the baby and you. Then what you will do? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ആലോചിച്ചാലും ഞാൻ കുറച്ച് കൂടുതൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പറയാനായിട്ട് ആരംഭിക്കുമ്പോഴും ഇന്റർവ്യൂ കൊണ്ടിരിക്കുന്നവർ പറയും, don't forget that you are an efficient and a great officer. Don't forget that. You have to keep up your standard. Yes, continue your answer. പക്ഷെ ഈ ഉത്തരം പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ട് അവര് നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ മൂവ്മെന്റ്സും നമ്മുടെ എല്ലാവരും ഒരാൾ ചോദ്യം ചോദിച്ചാലും ബാക്കിയുള്ളവർ നമ്മളിങ്ങനെ ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ആ ഒബ്സർവേഷനിൽ അവര്, കാരണം അവര് പറയുന്നത് യുദ്ധമുഖത്തൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരും, ആലോചിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ അങ്ങനെ എടുക്കുന്ന തീരുമാനം പിന്നീട് സമയമെടുത്ത് ആലോചിക്കുമ്പോഴും നമുക്ക് തോന്നണം ആ എടുത്ത തീരുമാനം തന്നെയായിരിക്കും കറക്റ്റ് എന്ന്. അപ്പോ അത് ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ ചോദിക്കുന്ന ഒരു സ്റ്റൈലാണത്. യെസ്. ഓക്കെ രശ്മി, രശ്മിക്ക് വേറെ എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി, പറഞ്ഞോളൂ. യെസ്, ആർക്ക് വേണമെങ്കിലും പറയാം. ചോദ്യം ഇസ് ഓപ്പൺ ടു ഓൾ. കീർത്തന ആലോചിക്കാൻ സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പർസാന പറയും. യെസ്, എനിബഡി? ചോദ്യം മനസ്സിലാവാടിയൊന്നുമില്ലല്ലോ, കേൾക്കുന്നില്ല പറയണത്. ആരും എന്താ റിയാക്ട് ചെയ്യാൻ? കേൾക്കുന്നില്ല പറയുന്നത്? യു ആർ ഹിയറിംഗ് വാട്ട് ഐ എം സെയിങ്? യെസ്. ഓക്കെ. ഇടക്കിടക്കൊന്ന് തമ്പെല്ലാം വരട്ടെ, എന്നാലല്ലേ ഞാൻ നിങ്ങളൊക്കെ എന്നോട് പഴകി പോയി വിചാരിക്കില്ലേ. യെസ്, ഓക്കെ. എന്ത് ചെയ്യും? യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇതിപ്പോ ഞാൻ ചോദിച്ചത് കൊണ്ടും നിങ്ങളോട് ഇത് ചോദിച്ചത് കൊണ്ടും നിങ്ങൾക്ക് എന്നോട് പറയാം, സാറേ കുറച്ച് സമയം എന്താ, നമുക്കൊരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഇത് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഉത്തരം പറയാനെടുക്കുന്ന സമയം, നമ്മൾ ഉത്തരം പറയാനെടുക്കുന്ന ആ സമയത്തിലുള്ള നമ്മുടെ ബോഡി കാണിക്കുന്ന എക്സ്പ്രഷൻസ്, നമ്മുടെ കണ്ണ്, നമുക്ക് അവര് ദേ ആർ മെഷറിങ് ഇറ്റ്. നമ്മള് അവര് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സഫീറ പറയുന്നു, ഐ സെർച്ച് ഫോർ ടൂൾസ് ഫോർ ഹെൽപ്പിംഗ് ദ ബേബി. യെസ്, ഓക്കെ. അത് ഒരാളുടെ കൺസെപ്റ്റ് പറഞ്ഞു. ഓക്കെ, യെസ്. ഞാൻ പറയട്ടെ സാറേ? യെസ്, കീർത്തന പറഞ്ഞോളൂ. I am crying very loudly to inform other people. You will cry loudly to inform the other people for help. അല്ലേ? And jumping the river to protect this child. And jumping to the river to protect the child. ഓക്കെ, ഞാനേ സന്ദർഭോചിതമായിട്ട് വേറെ കാര്യം പറയാം. ഒരിക്കല് ഒരു കലോത്സവത്തിന് ഒരു പെൺകുട്ടി അവതരിപ്പിച്ച മോണോ ആക്ടിന് ഫസ്റ്റ് കിട്ടി, യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് അത് വിജയിക്കാൻ കാരണമെന്ന് ആ കുട്ടി അവതരിപ്പിച്ച പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലാണ്. അതായത് ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോൾ ഭാര്യ കരയുന്നത്. അത് ഭർത്താവ് കളക്ടറാണ്, ഭാര്യയും കളക്ടറാണ്. അപ്പൊ കളക്ടറായിട്ടുള്ള ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോ ഭാര്യ ഫസ്റ്റ് ആ ന്യൂസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ കരച്ചിൽ.
അത് അതിത്താഴെയുള്ള ആൾ അങ്ങനെ താഴേക്കിടയിൽ ഒരു ചേരിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോൾ അയാളുടെ ഭാര്യ എങ്ങനെ റിയാക്ട് ചെയ്യും? ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ റിയാക്ഷൻസ് ആയിരുന്നു ആ കുട്ടി അന്ന് ഒരു മോണാക്കായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചത്. അത് കാരണം ചിലപ്പോ അതേ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകൾ പക്ഷെ കരയില്ല. പക്ഷെ കരച്ചില് ചിലപ്പോ ചില വേറൊരു രീതിയിലേക്ക് ഇരിക്കും. കരയില് ശബ്ദമായിരിക്കില്ല അത്. ഓക്കെ, അപ്പൊ ഞാനത് കീർത്തന ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന് കൂടെ ചേർത്ത് വെച്ചതാണ് യു ഹാവ് എ ഗ്രേറ്റ് ഓഫീസർ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മളെപ്പോഴും വിചാരിക്കുക, നമ്മളൊരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആകാശത്തിന്റെ കീഴെയുള്ള എന്ത് വിഷയത്തെ കുറിച്ചും അവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഒരുപക്ഷെ ഇന്റർവ്യൂ ബോർഡിൽ നോ പ്രോബ്ലം കീർത്തന, ഞാൻ കീർത്തനയുടെ അറ്റംപ്റ്റിനെ അഭിനന്ദിക്കുന്നു, സോറി ഒന്നും വേണ്ടിയില്ലാത്ത അതും കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തോ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ അത് പറഞ്ഞോളൂ ലക്ഷ്മി. Sir, I'll call the nearby party office and ask for assistance from the workers. Yes. Okay. നിങ്ങളുടെ ആൻസർ പറഞ്ഞോട്ടാ. Don't worry that. Yes, പറഞ്ഞോളൂ. ഇനി ആർക്കെങ്കിലും? അന്ന് ഈ ചോദ്യം ഇതിപ്പോ ക്വസ്റ്റ്യൻ പോയാ സഫീറ? അതായത് സഫീറ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ്, വെരി ഗുഡ് സാലറി ഒക്കെ വാങ്ങുന്ന ഉദ്യോഗസ്ഥയാണ്. സഫീറ ഒരു നദിയുടെ സമീപത്ത് കൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ സഫീറ ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ടു. സഫീറക്ക് നീന്താൻ അറിയില്ല, സഫീറയുടെ അരികത്ത് ആരുമില്ല. വാട്ട് യു വിൽ ഡു? സഫീറ നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡും ഓരോ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവും. വാട്ട് യു വിൽ ഡു? ഇതാണ് ചോദ്യം. ഇനി ഞാൻ സത്യം പറയാം, അന്ന് ഞാനും ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. കാരണം പറഞ്ഞില്ല എന്നല്ല, ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പൊ ഈ രശ്മി പറഞ്ഞ രീതിയിലുള്ള ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അവര് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നില്ല. അതിനു മുമ്പ് അവർ തന്നെ ഇടപെടും. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ അല്ല, ആൻസറിനേക്കാൾ കൂടുതൽ അവർ വേറെ എന്തെങ്കിലും നമ്മളിൽ നിന്ന് സമയത്ത് മെഷർ ചെയ്ത് എടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. എപ്പോഴും നമ്മൾ കാര്യം ശ്രദ്ധിച്ചേക്കാം, ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേര്. ആ പേര് എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര്. കാരണം നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. ആകെ അറിയാവുന്നത് എന്താ? നിങ്ങളുടെ പേരാണ്. ആ പേരിലായിരിക്കും എപ്പോഴും അവർ ആരംഭിക്കുക. അപ്പോ നിങ്ങളുടെ പേരിന് ഒരു മീനിങ് ഉണ്ടാവും. ചിലപ്പോ ഞാൻ പറയാം, ജോസഫ് എന്ന് പറയുന്ന വേർഡ്, അതിനൊരു മീനിങ് ഉണ്ട്, ദ മാൻ അബൌട്ട് ടെംപ്റ്റേഷൻ. ജോബ് എന്റെ പേരാണ്, അതിനൊരു മീനിങ് ഉണ്ട്, ദ മാൻ വിത്തിൻ എ പേഷ്യൻസ്, ദീർഘക്ഷമയുള്ളവർ. അത് കറക്റ്റ് അല്ലേ? നല്ല ക്ഷമയുള്ള മനസ്സിലായില്ല? യെസ്. അപ്പൊ ജോബ് എന്ന് പറഞ്ഞ ജോലിയുടെ അർത്ഥം ഉണ്ടാവും, പക്ഷെ അതിനൊരു മീനിങ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ പേരിന്റെ അർത്ഥം നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിൽ ഒരു സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഞാൻ തന്നെ പറയും, ഇപ്പൊ എന്റെ പേര് ജോബ് എന്നാണ്. ഞാനൊരു PSCയുടെ ഇന്റർവ്യൂവിന് പങ്കെടുത്തപ്പോ ആ ഇന്റർവ്യൂവിൽ ചെയർമാൻ ഞാൻ കയറിയപ്പോ എന്നോട് ചോദിച്ചു, ഓ യുവർ നെയിം ഈസ് ജോബ്. ഓക്കെ, PSCയുടെ ചെയർമാൻ അല്ല, മെമ്പർ ചോദിച്ചു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം ഇതായിരുന്നു, ഹു ഈസ് ജോബ് എന്ന് ചോദിച്ചു. ഹു ഈസ് ജോബ് എന്ന് ചോദിച്ചു. അപ്പൊ ഹു ഈസ് ജോബ് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു. കാരണം ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പങ്കെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള ചില അറിവിന്റെ വെളിച്ചത്തിലാണ് എനിക്കത് അറിയാമായിരുന്നു. അപ്പൊ അങ്ങോട്ട് വരുന്നത് വേറെ കാര്യം പറയേണ്ടി വരും കേട്ടോ. ഇത് എവിടെ നിന്ന് കിട്ടേണ്ട? അതായത് ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. അപ്പൊ ആ സാറ് ശേഷം ഞാൻ പിന്നീട് PGക്ക് പഠിക്കാനായിട്ട് അതേ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാറെന്ന് പ്രിൻസിപ്പലാണ്. അപ്പൊ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പൊ ആ മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോ സ്വാഗതം പറയുന്നത് ഞാനായിരുന്നു. എന്തോ ആ ക്ലാസ്സിലെ കുട്ടികൾ നമുക്ക് സ്വാഗതം പറയാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാറിന്റെ ഞങ്ങളെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴുള്ള സാറിന്റെ രീതികളൊക്കെ വെച്ചിട്ട് എന്തോ അതൊക്കെ വെച്ചിട്ട് പൂർവ്വകാലാനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു. എനിവേ സാറിനത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. സാർ എന്നത് നോക്കി. അപ്പൊ സാർ എന്റെ പേരൊന്ന് എഴുതി വെച്ചു. പിന്നെ ഒരു ഗുണം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ
ആ കോളേജിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭരായ 2 വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് അയക്കുക എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളിന്റെ ജോലിയായിട്ട് ഞാൻ വരും. കാരണം ഞാൻ പ്രഗത്ഭനായതുകൊണ്ടല്ല, അത് ഇങ്ങനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടിയതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ആ പോയിട്ടുള്ള ആ ക്ലാസ്സുകളിൽ വളരെ കുറെ ക്ലാസ്സുകൾ ഞാൻ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അതില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഫലവത്തായെന്ന് തോന്നിയിട്ടുള്ളത് പിന്നീട് എനിക്ക് ഉപകാരപ്രദവുമായിട്ടുള്ള ക്ലാസ്സാണ് ഹൗ ടു ഫേസ് ഇന്റർവ്യൂ ബോർഡ്. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഫേസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന 3-5 ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ആ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ അവിടെ ക്ലാസ് എടുത്ത അധ്യാപകര് അവരൊക്കെ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ കരിയർ ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളുകൾ, അപ്പൊ അവര് അവരുടേതായ അനുഭവങ്ങളൊക്കെ പറയും. അപ്പോഴൊക്കെയാണ് നമുക്ക് ഉള്ള പോരായ്മകൾ, തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ബിന്ദുവിനോട് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സ്പോർട്സിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. ബിന്ദുവിന് സ്പോർട്സിനോട് ഒരു താല്പര്യമില്ലാന്ന് വിചാരിക്കും. അപ്പോ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു സ്പോർട്സിൽ നിന്ന്. അപ്പൊ ബിന്ദു പറഞ്ഞു ഐ ഡോണ്ട് നോ സർ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിൽ ബിന്ദുവിന് എന്ത് പിടപെടുപ്പ് തോന്നി. കാരണം എന്താണ്, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു, ഇനിയിപ്പോ ഈ ജോലിക്ക് കിട്ടാൻ വേണ്ടിയില്ല. അപ്പൊ നോക്കിയപ്പോ അടുത്ത ചോദ്യം തന്നെ സ്പോർട്സിൽ നിന്ന് തന്നെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ബിന്ദു എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ സർ. അതോടുകൂടി ബിന്ദുവിന്റെ മാനസികമായിട്ടുള്ള ആ സ്റ്റാൻഡിങ് ഡൗൺ ആവും, ടെൻഷൻ അടിക്കും. സാറ് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ? ഇല്ല, ഞാനത് വെറുതെ പൊതുവെ എക്സാമ്പിൾ ഇപ്പൊ നേരിട്ട് നോക്കിയപ്പോ ബിന്ദുവിനെ കണ്ടതുകൊണ്ട് ഞാൻ ബിന്ദുവിനെ പേര് പറഞ്ഞതാണ് കേട്ടോ. എന്ത് തന്നെ ധൈര്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ടെൻഷൻ അടിക്കും. അപ്പൊ ടെൻഷൻ അടിക്കാതിരിക്കും. അപ്പൊ വീണ്ടും മൂന്നാമത്തെ ചോദ്യം വേണമെങ്കിൽ സ്പോർട്സിൽ നിന്ന് വരാം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് പറഞ്ഞതാണ്, രണ്ടാമത്തെ ഐ ഡോണ്ട് നോ പറയുമ്പോ യു പ്ലീസ് ആഡ് 1 more സെന്റൻസ്. നിങ്ങൾ അതിന്റെ കൂടെ ഒരു സെന്റൻസും കൂടി ആഡ് ചെയ്യണം. സർ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ. കണ്ടോ, രണ്ടാമത്തെ സെന്റൻസിനോട് സെന്റൻസ് ആഡ് ചെയ്യണം. എനിക്ക് സ്പോർട്സിലല്ല താല്പര്യം, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ. ഏത് ഫീൽഡാണോ ഫീൽഡിന്റെ പേരാണ് പറയുക. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് എവിടെ നിന്നായിരിക്കും, അതിൽ നിന്നായിരിക്കും. അപ്പൊ നമുക്ക് അത് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഫീൽഡ് ഇന്ന ഫീൽഡാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുമാതിരി പരിജ്ഞാനം നമുക്ക് ഉണ്ടാവണം കേട്ടോ. അതല്ലാതെ കയറി നമ്മൾ അങ്ങനെ പറയുകയും ചെയ്യരുത്. അപ്പോ ഈ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ പറയുന്നത് നല്ല ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, എഫിഷ്യന്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ, കഴിവുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരെ ആ കാൻഡിഡേറ്റിന്റെ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. അത് വളരെ അപ്പൊ അന്ന് കിട്ടിയിട്ടുള്ള അറിവിന്റെയും വെളിച്ചത്തിൽ അപ്പൊ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ പേര് അത് എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യണം. അത് ഞാൻ ആ PSC ഇന്റർവ്യൂ പോയപ്പോൾ എനിക്ക് അത് ഗുണകരമായി. ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ആരാണ് ജോബ്, ഹൂ ഈസ് ജോബ് എന്ന് ചോദിച്ചു. അപ്പൊ ഈ ജോബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ബൈബിളിലുണ്ട്. ഞാനത് പറഞ്ഞു, ബൈബിളിലെ ഒരു കഥാപാത്രമാണ് ജോബ് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, ബൈബിളിലെ കഥാപാത്രമാണ് ജോബെങ്കിൽ ബൈബിൾ നോവലാണോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിരുന്നു. അപ്പൊ ഞാനൊരു സോറി പറഞ്ഞിട്ട് പറഞ്ഞു, ബൈബിളിലെ കഥാപാത്രമല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ PSC ഇന്റർവ്യൂവിനെ പോയെ, എന്നോട് ചോദിച്ച ചോദ്യം മുഴുവൻ ഇതിന്നായിരുന്നു. അപ്പോ അദ്ദേഹം ഈ ചോദ്യങ്ങൾ കുറെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തിരുന്ന ആളോട് പറഞ്ഞു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചത്. ആ PSC മെമ്പർ ചോദിച്ചത് പൊതുവായി. അപ്പോ എനിവേ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് കാര്യത്തെ കുറിച്ചും ഒരു ആവറേജ് പഠിക്കാൻ എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ തള്ളിക്കളയരുത്. ചിലപ്പോൾ അത് എവിടെയെങ്കിലും ഒക്കെ നമുക്കത് ഗുണകരമാകും. ഒരറിവും ചെറുതല്ല. എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ടൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുക, എന്താണ് സംഭവം, എന്താണ് അത് സംഗതി, എനിക്കത് പിടിയില്ല, എന്താണ് ഒന്ന് അറിഞ്ഞു വെക്കാം. പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ റെഫർ ചെയ്ത് കണ്ടുപിടിക്കും, അത് വേറെ കാര്യം. എന്നാലും ഒരു വെടിക്കുള്ള മരുന്നെന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക, അതെന്താണ് ആ സംഗതി, അത് ഇന്നതാണ്. തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ച് അറിവുകളെ കുറിച്ച് നമുക്ക് ഇതിനെ കുറിച്ച് ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇന്നു മുതൽ ശീലമാക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്, ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേര്, ആ പേരിൽ പ്രശസ്തരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കും. കാരണം ചോദ്യം അവിടുന്ന് ഡെഫിനറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുക. നിങ്ങളുടെ പേര് ഇപ്പൊ സച്ചിൻ എന്നാണ്, അപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ, അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോ നമ്മുടെ പേരെന്താണോ ആ പേരിൽ പ്രശസ്തരായിട്ടുള്ള വേറെ വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ കുറിച്ചുള്ള ചെറിയൊരു നോട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകും. അത്
നമുക്ക് ഇന്റർവ്യൂവിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ചോദ്യം അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറൊരു കേസുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണോ വരുന്നത്, അതൊക്കെ ആ ബയോഡേറ്റ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ നാട്ടിൽ പ്രഗത്ഭരായ ആളുകൾ, റിമാർക്കബിൾ ആയിട്ടുള്ള ആളുകൾ, ഒരുപക്ഷെ സാഹിത്യകാരന്മാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല പ്രഗത്ഭരായ പ്രശസ്തരായ ആളുകളായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മസ്റ്റാണ്. കാരണം ചോദ്യം അവിടെ നിന്ന് വരും. നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പോൾ ആ നാട്ടിലുള്ള ഒരു കാര്യം നമുക്ക് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ക്വാളിറ്റി കുറവായിട്ടൊരു കണക്കാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ എന്ത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും നിലവാരമുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് കൈക്കൂലി വാങ്ങിക്കാതെ പ്യൂർലി ഓൺ മെറിറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, അങ്ങനെയുള്ളതാണെങ്കിൽ അന്നത്തെ പേപ്പറിന്റെ ഹെഡ്ലൈൻ എങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. അന്ന് വന്ന പത്രത്തിന്റെ ഹെഡ്ലൈൻ എങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. ചിലപ്പോ അന്നത്തെ പത്രത്തിലെ ഒരു വാർത്തയായിരിക്കും അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഞാൻ അത് മുഴുവൻ വായിച്ചിട്ടില്ല സർ, പക്ഷേ ഹെഡ്ലൈൻ ഈസ് ദിസ് എന്ന് പറഞ്ഞ് വായിക്കുക. അപ്പൊ അത് മനസ്സിലാവും, യു ആർ അപ് ടു ഡേറ്റ്. ഇന്ന് രാവിലെ ഇന്റർവ്യൂ ആണ് എങ്കിലും ആ പേപ്പർ വായിക്കാനുള്ള സമയം അത് കണ്ടെത്തി മനസ്സിലാവുന്നത്. ഇങ്ങനെ നമ്മൾ പറയാതെ ഒരു ഉത്തരം നമ്മൾ പറയാറില്ല, വരികൾക്കിടയിൽ വായിച്ചു മനസ്സിലാക്കാന്ന് പറയാറ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇതിലൂടെ നമുക്ക് പറ്റില്ല. നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും. ആ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നന്നായിട്ട് മനസ്സിലാവുന്നതിന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവര് പിടികിട്ടിയെന്ന്. നമ്മൾ പലരോടും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ, ചോദിക്കുമ്പോൾ ഉത്തരം പറയും, പറയുന്ന ഉത്തരമല്ല, അതിൻ്റെ അകത്ത് വേണമെങ്കിൽ കളവ് പറയാം, നുണ പറയാം. ആ ഉത്തരം പറയാനെടുത്ത സമയം, ആ ഉത്തരം പറയുമ്പോഴുണ്ടാകുന്ന അവന്റെ ചേഷ്ടകൾ, ഇതിൽ നിന്ന് നമുക്ക് ശരിയിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും അധികം കളവ് പറയുന്നത് കോടതിയിലാണ്. കോടതിയിൽ ഈ പറഞ്ഞ ബൈബിളോ ഖുറാനോ ഒക്കെ തൊട്ടിട്ട് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, ദൈവം സാക്ഷിത പറയും, എന്നിട്ട് പറയുന്നത് എന്തായിരിക്കും? നുണയായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പറയുന്ന കാര്യങ്ങളല്ല, വരികളല്ല. നിങ്ങൾ എപ്പോഴും ക്ലീൻ ഒരു ഒബ്സർവറായിട്ട് മാറുക, നിരീക്ഷകരാവുക, വെറുതെ നിരീക്ഷിക്കുക. ഒരു ഉത്സവ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ, യെസ് രശ്മി, അത് കറക്റ്റാണ്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളെ കാണാൻ പറ്റും. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നിട്ട് പോയി നടക്കുന്നവരെ കാണാൻ പറ്റും. ഒരുപക്ഷെ കൂട്ടുകാരെ തേടി നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ, വന്നിട്ട് ഒറ്റപ്പെട്ട് നിന്നിട്ട് ആ തിരക്കിനിടയിലും തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തേടി നടക്കുന്നവരെ കാണാൻ പറ്റും. ഇതുമല്ല എങ്കിൽ ഈ അടുത്ത കാലത്ത് വിവാഹം കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്നേഹം അഭിനയിച്ച് ചിരിച്ച് കളിച്ച് നടക്കുന്നവരെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഒബ്സർവ് ചെയ്യുക. യു ഷുഡ് ഹാവ് ക്ലീൻ ആൻഡ് കീൻ ഒബ്സർവേഷൻ. പറയുന്ന വരികളല്ല, വരികൾക്കിടയിലാണ് നിങ്ങൾ വായിച്ച് സത്യം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ആവശ്യത്തോട്ടാണ് കയറിപ്പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഗുണം ചെയ്യുമല്ലോ. ചില കാര്യങ്ങളെ, അതായത് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, നമ്മൾ പരീക്ഷയിൽ വിജയിച്ചവരും ജീവിതത്തിൽ വിജയിച്ചവരും രണ്ടല്ല. പരീക്ഷയിൽ എത്രയോ പിന്നിലായിരുന്നവര് ജീവിതത്തിൽ കയറി പോയിട്ടുണ്ട്. പരീക്ഷയിൽ വേണ്ട ലക്ഷ്മി, അതൊക്കെ കഴിവുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് വീഴുന്നതാണ്. അതൊന്നും കുറച്ചൊക്കെ ഞാനൊരു കാര്യം പറയാം. അതായത് എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവില്ല. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു കഴിവ് നന്നായിട്ടുണ്ട്, നിങ്ങളത് കണ്ടെത്തും. നിങ്ങൾ നിങ്ങളോടൊരു ചോദിക്കും, എനിക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കയറി വരാവുന്ന കഴിവ് ഏതാണ്? ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാനായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ആങ്കർ ചെയ്യാനായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ നിങ്ങളിപ്പോ പാടുന്നതിന് എക്സ്പെർട്ടായി, അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരാൾ പ്രസംഗിക്കുന്ന കാണുമ്പോൾ പറയാം, പാട്ട് വരട്ടെ, അവിടെ ഞാൻ എന്റെ കഴിവ് കാണിച്ചു. നമുക്ക് എല്ലാത്തിനും കയറി പറ്റില്ല. ചിലപ്പോൾ ഒരെണ്ണത്തിന് ഓക്കെ സഫീറ, പണ്ടത്തെ ക്ലാസ്സിന്റെ പുറയിലത്തെ ബെഞ്ചിലിരിക്കുന്നവരായിരിക്കും ജീവിതത്തില് മുൻപന്തിയിലോട്ട് വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പിന്നെ അവസരങ്ങൾ അത് നിങ്ങൾ തേടി വരും. 1963 മദ്രാസിൽ ഒരു സ്റ്റുഡിയോയില് ഒരു പാട്ടിന്റെ റെക്കോർഡിങ് നടക്കി. ആ പാട്ടിന്റെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് പാട്ട് പാടാൻ വേണ്ടിയിട്ട്
ഉള്ള ഗായകൻ അവിടെ റെഡിയാണ്. അദ്ദേഹത്തിന് കലശലായ പനിയുണ്ട്, തൊണ്ടവേദനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 2 പ്രാവശ്യം പാടി കഴിഞ്ഞപ്പോൾ ശരിയാവുന്നില്ല. അപ്പൊ ഇന്നത്തേത് പോലെയല്ല വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നിപ്പോ ഒരാൾ വന്നില്ലെങ്കിലും പിറ്റേ ദിവസം അയാൾ വന്ന് അയാളുടെ ആ ഇൻസ്ട്രുമെന്റ് വായിച്ചാൽ കയറ്റിയാൽ മതി. വർഷം ഇത് ഞാൻ പറയേണ്ട 1963 കേസാണ്. അപ്പൊ അന്നത് പറ്റില്ല. എല്ലാവരും റെഡിയാണ്. വയലിനിസ്റ്റ്, തബലിസ്റ്റ്, ഹാർമോണിയം, ഇതൊക്കെ റെഡിയാണ്. ഇനി ഇത് മാറ്റി വെച്ച് ഇവരൊക്കെ വീണ്ടും വല്ല. അപ്പോ പാട്ട് പാടിയേ തീരും. അപ്പൊ 2 പ്രാവശ്യം പുള്ളി പാടി കഴിഞ്ഞിട്ടും അതങ്ങനെ ശരിയാവണില്ല. തൊണ്ടവേദനയും പിന്നെ പനിയുടെ അസ്വസ്ഥ ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പാട്ടുകാരൻ എന്ന് പറഞ്ഞു, വേറൊരു പയ്യൻ പുറത്ത് നിൽപ്പുണ്ട്, ആ പയ്യനെ വിളിച്ചൊന്ന് പാടിക്കുന്നത്. അപ്പൊ ആ പയ്യനെ വിളിച്ചു. ആ പയ്യൻ വിളിച്ചത് ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ പാടില്ല, കാരണം ഇത് ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു പാട്ടുകാരൻ പാടാൻ പറ്റുന്ന പാട്ടുകാരൻ ഞാൻ പാടൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാടുന്നവരെ മാറിപ്പോയി. അപ്പൊ ഈ പാട്ട് പാടേണ്ട ആള് വന്നിട്ട് ഈ പയ്യനോട് പറഞ്ഞു, മോനെ നീ ഒന്ന് പാട്, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞു. അന്ന് ആ പാട്ട് പാടാൻ കയറിയ പയ്യന്റെ പേരാണ് KJ യേശുദാസ്. അന്ന് അദ്ദേഹത്തോട് പാട്ട് പാടാൻ പറഞ്ഞ ഗായകന്റെ പേരാണ് ഉദയഭാനു. അദ്ദേഹം വന്ന് പാടിയ പാട്ടാണ് റോസി എന്ന സിനിമയിലെ ഒരു പാട്ടില്ലേ, എന്താണത്? ഫസ്റ്റ് വരി, അല്ലിയാമ്പൽ കടവിൽ നരയ്ക്ക് വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ അനുരാഗം, ഈ പാട്ട് കണ്ട. അവിടെ മുതൽ പിന്നെ യേശുദാസ് നമുക്ക് കാണുന്ന ഏത് ലെവലാണ്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ കഴിവുള്ളതാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് കുപ്പത്തൊട്ടിലല്ല, എടുത്ത് ഷോക്കേസിലും. നമ്മൾ അങ്ങനെയുള്ളതാവുക. കഴിവ് നിങ്ങളെ കാണുമ്പോൾ ഓരോരുത്തരും നിങ്ങളെ വിലയിരുത്തുന്നുണ്ടാവും. നിങ്ങളുടെ രീതികള്, നിങ്ങളുടെ സ്വഭാവം, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെ വിലയിരുത്തുന്നുണ്ടാവും. അവർക്കൊരാവശ്യം വരുമ്പോ അവര് പറയും, ആ സുധീരനെ വിളിക്കും, ആ അജീരനെ വിളിക്കും, ആ കുട്ടി മതിയോ? കാരണം ഞാൻ അല്ല. അപ്പോ ദേ ആർ ഒബ്സർവിങ്. നിങ്ങൾ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്ന പോലെ അവരെന്ത് ചെയ്യണം, നിങ്ങളെയും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങൾ ബി കേപ്പബിൾ. നിങ്ങൾ എന്ന് പറയുന്നില്ല, നമ്മൾ ബി കേപ്പബിൾ. നമ്മൾ എന്തായിരിക്കണം? കേപ്പബിൾ ആയിട്ടിരിക്കുക. അപ്പൊ നമ്മളെ തേടിയ അവസരങ്ങൾ വരും. ഒരാൾക്കും ജീവിതത്തിലെ അവസരം കിട്ടാതിരുന്നിട്ടില്ല. കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്താതിരുന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നോക്കിയേ, നമ്മളിപ്പോ ഇന്ന് കാണുന്ന പല സിനിമ ചെറിയ റോളുകളിൽ വന്നിട്ടുള്ളവരല്ലേ, അത് കഴിഞ്ഞതിന് ശേഷം അവര് അതില് ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ പിടിച്ചു നിൽക്കുന്ന അവരുടെ ആ ഡെഡിക്കേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഇത്രയൊക്കെ മതി എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ പണ്ടേ വീട്ടിലുണ്ടായേനെ. അപ്പൊ അവരത് ആയില്ല. നമ്മളെപ്പോഴും അങ്ങനെയാണ്, ഇത്രയൊക്കെ മതി ഇത് ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോണതേ വിജയത്തോട് അടുക്കാറാവുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. പരാജയപ്പെട്ടപ്പോൾ മാത്രമേ ഇനി ഞാനില്ല എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് അങ്ങനെ ചിന്ത വരരുത്. നിങ്ങളെല്ലാവരും യു ആർ ദ മാസ്റ്റർ പീസസ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളല്ലേ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ തോളെ തട്ടി നിങ്ങൾ പറയാം, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം നോക്കുന്നു എന്ന് നിങ്ങൾ പറയാം. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക. ഞാനൊരു സംഭവമാണ് എന്ന് ഓരോരുത്തരിക്കുന്നത് ആ അഹങ്കാരം കൊണ്ടല്ല, അതല്ലാതെ നിങ്ങൾക്ക് തോന്നും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. യെസ്. അപ്പോ ഞാൻ കാട് കയറിപ്പോയല്ലേ? ബോറടിച്ച? ഹലോ, യെസ്. ഓക്കെ രശ്മി. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ ശില്പ, ഓക്കെ ഇത് പറഞ്ഞത് ഓക്കെ. നമുക്ക് പഠിപ്പിക്കുന്നത് കുഴപ്പമില്ല. നമുക്ക് ഇംഗ്ലീഷ് ക്യാമറ എടുക്കാം. അതൊക്കെ സമയം ഇഷ്ടംപോലെ നമ്മൾ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ധൈര്യമായിട്ട് നിങ്ങൾ ഇപ്പൊ 2025 വരെയാണ്. നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. ജീവിതത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത് ഓക്കെ യെസ് ഓക്കെ ഉണ്ടാവേണ്ടത് നിങ്ങൾ ഇടയ്ക്ക് ഒരു 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രഫി കിട്ടും. അതിന്റെ പേര് വിങ്സ് ഓഫ് ഫയർ. എന്നാണ്. നിങ്ങളുടെ മകനോ മകൾക്കോ ഒരു ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കൂലേ, കൂട്ടത്തില് ഈ 150 രൂപ കൊടുത്തിട്ട് ഈ പുസ്തകം വാങ്ങിയിട്ട് അവർക്ക് ഒന്ന് കൊടുക്കുക. വായിക്കണ്ട, അവരുടെ മേശപ്പുറത്ത് വെച്ചേര്. എപ്പോഴെങ്കിലുമൊക്കെ ഓക്കെ രശ്മി.
ആ കുട്ടികള് വെറുതെ ഇരിക്കുമ്പോൾ 1-2 പേജൊക്കെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ അതൊരു മോട്ടിവേഷനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിയ മനുഷ്യനാണ് അദ്ദേഹം. അപ്പോ ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ട്, ഇതേപോലെ പ്രശസ്തരും പ്രഗത്ഭരുമായ ഒന്നുമില്ലായ്മയിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിരാശപ്പെടേണ്ടതായിട്ടുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ. അപ്പൊ എപ്പോഴും ഒരറിവും ചെറുതല്ലെന്ന് വിചാരിക്കുക, എല്ലാ അറിവും വലുതാണ്. ആ രീതിയിൽ നിങ്ങൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കുക. ഞാൻ ഇതേപോലെ നിങ്ങളോട് പറയുമ്പോൾ, വേറെ ക്ലാസ്സിൽ പറയുമ്പോൾ ചില കുട്ടികൾ പറയും, ഇനി ഒരു സാർ ഇങ്ങനെ വന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരു 2-3 ദിവസം അതിന്റെ സ്പിരിറ്റ് അങ്ങനെ പോകും. 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് പോകും. പിന്നെ സാർ നിങ്ങൾ പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ജീവിതത്തിലെ ഒരു ഉയരണം എന്നുള്ള ചിന്ത നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇതല്ല ഇതിനപ്പുറത്തേക്ക് എത്തണമെന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവസരങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾ തേടി വരും. അത് 100% നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ കഴിവുള്ളവരായിരിക്കും, നിങ്ങൾ തേടി വരും അവസരം എന്നുള്ളതാണ് എനിക്ക് എന്റെ അനുഭവം വെച്ചിട്ട് പറയാനായിട്ടുള്ളത്. നമ്മൾ ഓരോ കുട്ടികളെയും കാണുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ചില ആളുകൾ നമുക്ക് അല്ലാണ്ട് പഠിക്കാൻ മോശമായിരിക്കും, പക്ഷെ ബുദ്ധി ഉണ്ടാവും. ഏറ്റവും ആദ്യം കണക്ക് ചെയ്ത് കാണിക്കുന്ന കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അവൻ ഇന്റലിജന്റ് ആണ്. അത് പണ്ട് കാലത്ത്, ചില വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഈ റാങ്ക് സമ്പ്രദായം ഉണ്ടായ സമയത്ത് SSLCക്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് എല്ലാ റാങ്കും കിട്ടുന്നത് പെൺകുട്ടികൾക്കായിരിക്കും. കാരണം SSLCക്ക് അന്ന് ചോദ്യം ചോദിക്കുന്ന രീതി ഇതായിരുന്നു, വേറെ മെത്തേഡായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് കാണാപ്പടം പിടിച്ച് ക്ലീൻ ആയിട്ട് ഇവരത് കൃത്യമായിട്ട് എഴുതും, ഒരു വരി പോലും വിട്ടുപോകും. ഇപ്പൊ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് ഇതൊക്കെ പെൺകുട്ടികൾക്കായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം മെഡിസിൻ റിസൾട്ട് വരുമ്പോൾ, എൻട്രൻസ് റിസൾട്ട് വരുമ്പോഴും അവിടെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ ആൺകുട്ടികൾക്കായിരിക്കും. അവിടെ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല. ഈ വെച്ചിട്ട് പെൺകുട്ടികൾ മോശമാണെന്നല്ല കേട്ടോ, അത് പഴയ ലെവലാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിലല്ല. അപ്പോ അവിടെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യും, സാഹചര്യത്തിനനുസരിച്ച് ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചിലത് നിങ്ങൾക്ക് മാറി, ഇപ്പൊ വളരെ ചിന്തിക്കാനും കഴിവുള്ളവരുമാണ്. എല്ലാവരും കാലഘട്ടങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആ കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇന്ന് ക്രിസ്തുമസ് അല്ല, ഇന്നല്ല, ഇനി ക്രിസ്തുമസ് ആണ്. നിങ്ങളിൽ ആർക്കാണ് നന്നായിട്ടൊരു പാട്ട് പാടാൻ പറ്റുന്നവരാണ്? കീർത്തന, എനിക്ക് പാടാൻ അറിയത്തില്ല സാർ. ഇത് തന്നെ ഒരു ടെസ്റ്റ് ഡോസ് ഉണ്ടാകും. ഞാൻ പാടാം, എനിക്ക് 4 വരി വരും പാടുള്ളൂ, മതി. അല്ലാണ്ട് ഫുള്ള് പാടാനെന്നാലും പറഞ്ഞില്ലല്ലോ. നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്കില്ല. ഓക്കെ, 4 വരി. അല്ല, ഞാൻ പാടുന്നില്ല, ഞാൻ 2 വാക്ക് പറയാം. ഇത് നമ്മുടെ ഉള്ളിന്റെ അകത്തുള്ള ഫിസിക്കൽ കറേജ്, മോറൽ കറേജ് എന്ന് പറയും. ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ധൈര്യം വേണ്ടേ? എന്തുകൊണ്ടാണ് ഈ ക്രിമിനൽ ആയിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ മദ്യപിക്കുന്നത്? കാരണം അവർ എന്നാൽ അവർക്ക് ആ ഒരു ധൈര്യം വരുള്ളൂ. അല്ലാതെയുള്ള അവസ്ഥ അവർ ചിലപ്പോൾ ധൈര്യമില്ലാത്തവരായിരിക്കും. യെസ്, അപ്പോ അത് നമ്മുടെ അകത്തുള്ള ഫിസിക്കൽ കറേജിന്റെയും മോറൽ കറേജിന്റെയും വ്യത്യാസമുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ അതിനകത്ത് നമുക്ക് പിന്നെ വരാം. ധൈര്യ സമയത്ത് ഓക്കെ, എല്ലാവരും ഇഷ്ടമുള്ളത്, അതൊന്നും വേണ്ട, ദൈവം ഇഷ്ടമുള്ളത്. യെസ്, ഇഷ്ടമുള്ളത് പഠിക്കൂ. ആരാണ് പറഞ്ഞത്? കാവ്യാണോ? പാടട്ടെ സാറേ? ഹലോ. ഓക്കെ, പഠിക്കോളൂ കാവ്യ. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിളിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ.
താഴെ കൊളുത്തുള്ളൊരാ ചേലുക്കും വെറ്റില ചില്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കുഞ്ചി കളിയാടി വളര് വളര്. താങ്ക് യു സർ. ഓ വെരി ഗുഡ് വെരി ഗുഡ് കാവ്യ, വെരി ഗുഡ്. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടാണോ അല്ലേ അമ്മു നസ്രിയ? വെരി ഗുഡ് വെരി ഗുഡ്. ഇതിപ്പോ നമ്മളിപ്പോ ഈ മൈക്രോഫോണിലൂടെ പാടിയത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് അത് സൂപ്പർ ആയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കാവ്യ ഇതിനെ അഭിനയിക്കുക, കാരണം ആദ്യം വരാനുള്ള ധൈര്യം കാണിച്ചില്ല. വെരി ഗുഡ്. നമ്മുടെ ഉള്ളിലാണ് പാടാനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു അവസരം വന്നത് നമ്മളങ്ങനെ കയറി നിന്ന് പാടിപ്പോകും. എന്താ പറയാ, ചെണ്ടമേളം കേൾക്കുമ്പോൾ നല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് കൈ ഒന്ന് തുള്ളാതെ, ഭയങ്കര തുള്ളല്ല, എന്നാലും മനസ്സുകൊണ്ട് കൈ കൊണ്ടൊന്നും നനക്കൂലേ. അത് നമുക്കത് ആസ്വദിക്കും. ഒരു കലാകാരനെ കലാകാരി എന്ന് പറഞ്ഞ പരിപാടി അവതരിപ്പിക്കുന്നവർ മാത്രമല്ല, അത് ആസ്വദിക്കാൻ കഴിവുള്ളവർ കലാകാരന്മാരാണ്. ഒന്ന് പാട്ട് പാടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കാണുമ്പോൾ കൊള്ളാട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായില്ല അത് എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയതുകൊണ്ടാണ്. യെസ്. അപ്പോ കാവ്യയുടെ തുടക്കം വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് യെസ് സിനി. ഞാൻ ഒരു കരോൾ സോങ് പാടാൻ കുറച്ച്. ഞാൻ വലിയ പാട്ടുകാരി. കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാകമാരവ് സ്നേഹത്തിൻ നിറകൂടമാ താരാട്ടുപാടി ഉറക്കിടുവാനാ മനതാരിൽ നനച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു ായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ഓക്കെ, താങ്ക് യു സർ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. നല്ല ടോപ്പിലാണല്ലോ വന്നത് പാട്ട്. വെരി ഗുഡ്. എന്താ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പ്രഗത്ഭന്മാര്? ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് സിനി. വെരി ഗുഡ് വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റാർട്ടിംഗ് രസമായിട്ടുണ്ട്. ഇത് ആരുടെ പാട്ടാണ്? യെസ്, ആഷിലി, ആർ യു റെഡി? റെഡി സർ. ഓക്കെ, ആഷിലി പറഞ്ഞോളൂ. പാടട്ടെ സർ? വെരി ഗുഡ്. പൂഞ്ചില്ലയിൽ ഈ തേൻചില്ലയിൽ ചേക്കേറുവാൻ വന്നു പാടും മയിലുകൾ ആലോലമായി പൂങ്കാടുകൾ മെല്ലയോ മണിക്കേ ഈരൻ ചുണ്ടുകൾ അതിലീരൻ മൂളവേ അതിലാരൊരാൾ പാടുമേ. ഈരൻ ചുണ്ടുകൾ അതിലീരൻ മൂളവേ അതിലാരൊരാൾ പാടുമേ. ഏലേലം കതിരുകളാടി പൊന്നണി വയലുകളിൽ ഓലോലം കുയിലിന പാടി ചിറകടി പൊന്നണയാ. സർ. ഓക്കെ, ആഷിലിക്ക് നല്ല റൊമാൻറ്റിക് വോയിസാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അത് എന്താ പറയാ, ഉൾക്കൊണ്ട് പാടിയിരിക്കുന്നു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് ആഷിലി, വെരി ഗുഡ്. താങ്ക് യു സർ. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അമ്മ പറഞ്ഞ കറക്റ്റാണ്, സൂപ്പർ. യെസ്. ഇനി ആരാണ്? നമുക്ക് ഫുള്ള് വേണമെന്നല്ലേ, ഏതായാലും ഇനി നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് കാണുള്ളൂ. ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട്. ഇനി ആരാണ്? ഞാനൊരു കരോൾ പാട്ടോടാം. പറഞ്ഞോളൂ ദേവു. ദേവു പറഞ്ഞോളൂ. സാർ ഞാൻ പാട്ട് പാടാം.
ഹലോ, പറഞ്ഞോളൂ ദൈവം. ഒരു പാട്ട് പാടാം. യെസ്, പറയൂ. ഓക്കെ സൗമ്യ. സാർ പാടട്ടെ? ദേവ് പാടാം. അപ്പൊ ഒരാളെ പാടുമ്പോ മറ്റുള്ളവർക്ക് മ്യൂട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ദേവ് പാടിക്കും. മേലേ മേലേ വാനം വാനം മേലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ വാനം വാനം മേലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരോ നിറദീപം ചാർത്തുന്നു. വേനൽക്കിനാവിന്റെ ചെപ്പിൽ വീണമയങ്ങാത്തെ നിന്നെ തഴുകി തലോടാൻ നിർവൃതിയോടെ തുടരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ മേലെ മേലെ വാനം വാനം മേലെ മഞ്ഞിൻ കൂടാരം. സർ, താങ്ക് യു. ദേവു നല്ല ഗൃഹാതുരത്വം വളർത്തുന്ന പാട്ടാണ്. ഇത് പല ആളുകളുടെയും എന്താ പറയാ ഹൃദയത്തിൽ സേവിക്കുന്ന പാട്ടാണ് ദേവു പാടിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് ദേവു. സൗമ്യ. പഠിക്കോട്ടെ. വെരി ഗുഡ്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടത്തു പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. സൗമ്യ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ ട്രാക്കിന്റെ ലെവലിലോട്ട് പോയിട്ടുണ്ട്. ഇത്രയും സൗണ്ട് പിടിച്ചു പാടാൻ പറ്റിയില്ല. വെരി ഗുഡ് സൗമ്യ, വെരി ഗുഡ്. ഞാൻ പാടട്ടെ? രശ്മി എന്തുകൊണ്ട്? ആരാണ് രശ്മി? അമ്മു. അമ്മു പറഞ്ഞോളൂ. അമ്മു പാടിക്കോളൂ. അമ്മു ധൈര്യമുള്ളതല്ലേ, പാടിക്കോളൂ. അത്ര ധൈര്യമൊന്നും ഇല്ല സാറേ. ഇങ്ങനെ ഓക്കെ അജ്മി. ഓക്കെ, അതായത് ഞാനിപ്പോ എന്തെങ്കിലും ഇങ്ങനെ പറയും, ആദ്യം എടുക്കുമ്പോൾ ധൈര്യമുള്ളത് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയാറ്. ഓക്കെ, പറഞ്ഞോളൂ. പാടിക്കോട്ടെ സാർ? ആകാശദീപമെന്ന് മുഴുമിടമായോ, താരാഗണങ്ങളുമിടമായോ, ആകാശദീപമെന്ന് ഉണരുമിടമായോ, താരാഗണങ്ങൾ ഉറങ്ങുമിടമായോ, മൗനരാഗമണിയും തെന്നലേ പൊൻപരാഗമുണരും പൂക്കളെ ഉണരും രാവിലെ ആകാശദീപമെന്ന് ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. താങ്ക് യു സാർ. എനിക്ക് പനിയായിട്ട് പനിയായിട്ട് ഇത്രയും പണിയെങ്കിൽ പനി ഇല്ലായിരുന്നെങ്കിൽ തകർത്തല്ലേ. ഓക്കെ, സ്റ്റൈലുണ്ട്. ഓക്കെ, എന്താ പറയാ, കഴിവുണ്ട്. അല്ലെങ്കിൽ എല്ലാം പാടാൻ പറ്റും കാര്യം ശരിയാണ്. ഓക്കെ. അമ്മു. മെഹ്റൂന് പിന്നെ അവസരം തരാം, അത് കുഴപ്പമൊന്നുമില്ല. സഫീറ ധൈര്യമായിട്ട് പാടിക്കോ. ഞങ്ങളത്
ഫുൾ A+ അങ്ങോട്ട് തരും, അല്ലെങ്കിൽ ആസ്ഥാന ഗായിക എന്ന് പറയുന്ന സംഗതി അങ്ങോട്ട് തരും. ഓക്കെ, ഞാൻ നേരത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഇടക്കായതുകൊണ്ടാണ് ഞാൻ ഇത് പറയേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്. ഓക്കെ, അജ്മീർ വരൂ. ഹലോ സർ. പഠിക്കോളൂ. ഓക്കെ. സാന്ത്വനമായി ആനന്ദം കാറ്റ് സന്ധ്യാരാഗവും തീരവും വീർപിരിയും വേളയിൽ ഇന്ത്യൻ പൂന്തിങ്കളേ തൂമൽ സാർ കുറച്ച് ടെൻഷൻ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല അജ്മി, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. കൊച്ചുകാരനോട് പോയതാന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തത് രാജസൂര്യ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റിന് തരാം. ഓക്കെ സാറേ, ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്. ഓ, താങ്ക് യു. സെയിം ടു യു. ഞാനൊരു കരോള് പാടാം സാറേ. ഓക്കെ, വാട്ട് എവർ ബേബി, നോ പ്രോബ്ലം. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി താരകങ്ങൾ മിന്നിടുന്നേ, മാലോകർ പാടിടുന്നേ, മഞ്ഞുമൂടും രാത്രിയിൽ രാജരാജനെ. താരകങ്ങൾ മിന്നിടുന്നേ, മാലോകർ പാടിടുന്നേ, മഞ്ഞുമൂടും രാത്രിയിൽ രാജരാജനെ. താങ്ക് യു സാർ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് സാർ അഡ്വാൻസ്. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല, നല്ല പാസ്സുള്ള ശബ്ദമുണ്ട്. ഹൈ പിച്ചിലുള്ള പാട്ടുകളൊക്കെ വരും. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. ജസ്ന, യെസ് സർ. പഠിക്കോളൂ. आपकी नजरों ने समझा प्यार की काबिल मुझे दिल की धड़कन ठहर जा मिल गई मंजिल मुझे आपकी नजरों ने समझा. ഓക്കെ ജസ്ന, ഇത് വളരെ നമ്മുടെ നൊസ്റ്റാൾജിയുള്ള പാട്ടാണ് അല്ലേ? വെരി ഗുഡ്. ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നു ഒരു ആരുടെയും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് വന്നു. ഓക്കെ, സ്വപ്ന. പറയൂ സ്വപ്ന. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ നെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം പൊന്മണി നെല്ലെ കയ്യിലെടുക്കാൻ വാ. ബാക്കിയും കൂടെ പാടൂ. കാലിമെയ്യുന്ന പുല്ലാലിക്കാട്ടിൽ കണ്ണിമ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസ്വരങ്ങൾ കിടുക്കാം, ഉണ്ണി മഞ്ചടിക്കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ നെല്ലെ കോരിയെടുക്കാൻ വാ. സാർ, വെരി ഗുഡ്. ഓക്കെ സ്വപ്ന, നന്നായിട്ടുണ്ട്. അതിന്റെ വരികളാണ് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണത്. കാരണം എന്താന്ന് വെച്ചാല് യെസ്. ഓക്കെ സഫീറ, ഓക്കെ മറിയക്കുട്ടി വിളിക്കാം. അതായത്
ആകാശം നമ്മൾ ചന്ദ്രനെ കാണുന്നു, താഴെയുള്ള വെള്ളത്തിന്റെ അതിന്റെ നിഴല് കാണുന്നു, അത് കുറിക്കണം. ഇതൊക്കെ നമുക്കറിയാവുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കവി പറയുമ്പോൾ വേറെ ഭംഗിയില്ലേ. നിങ്ങളും നോക്കാം അങ്ങനെ സിറ്റുവേഷനുകൾ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ എഴുതി നോക്കാം. ചിലപ്പോ പ്രശസ്തരായ പ്രഗത്ഭരായ എഴുത്തുകാരെടുത്ത് മാറും. അപ്പൊ നിങ്ങൾക്ക് ജോലിയുടെ ഒപ്പം തന്നെ ജോലിയുടെ വിരസതയിൽ നിന്ന് മാറാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിരസത ഫീൽ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. അത് നിങ്ങളുടെ ടാലന്റ് ആണ്. അത് ഓക്കെ. മരിയക്കുട്ടി വരൂ. യെസ് പറഞ്ഞോ. ഓ പാടാം. കാട്ടുപൂവിൻ കരളിനോടു നീ നിഴലായി അലസമായി അരികിലൊഴുകിനും ഇളം കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ. മതി. ഓക്കെ ഓക്കെ. ഇതിന് ടെൻഷൻ കയറിയതാണല്ലേ, കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യുവർ അറ്റംപ്റ്റ് ഈസ് വെരി ഗുഡ്. വെരി ഗുഡ് വെരി ഗുഡ്. പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് മനസ്സിലായി. യെസ്, അത് അയ്യോ ഞാൻ പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിട്ട് പോകുന്ന വെച്ചാൽ പണ്ട് ഞാൻ ഒരു എന്താ പറയാ 8-ലോ 9-ലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് പാടുന്നിട്ടാണ്. അപ്പോ അന്ന് നിർത്തിയതാണത്. യെസ്, അപ്പൊ നമുക്ക് തോന്നി, നേരത്തെ പറഞ്ഞില്ലേ പാട്ട് നമുക്ക് വഴങ്ങുമെന്ന് നമുക്ക് തോന്നി. അപ്പൊ എനിക്ക് തോന്നി പാട്ടിനേക്കാൾ നല്ലത് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ് വന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ രശ്മി പാടിയില്ല? അത് വേണ്ട സാറേ. നമ്മൾ സമ്മാനം തുക്കി തരാണല്ലേ. ഓക്കെ, ഡോണ്ട് വറി. യെസ്, ഇനി ഒരാൾക്ക് കൂടി അവസരം തരാം. ആരാണ് ഇതിന്റെ മംഗളം പാടി നമുക്ക് അവസാനിപ്പിക്കാനായിട്ട്? ലാസ്റ്റ് ലാസ്റ്റ്. അതൊക്കെ കേക്കൊക്കെ പറയുന്നത് വരും സഫീറ. യെസ്, ഓക്കെ. ആരാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ? മറിയക്കുട്ടിക്ക് പാടണം. മറിയക്കുട്ടി പാടി, പക്ഷെ മുഴുവനാക്കില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഓക്കെ. കിട്ടണില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതല്ല കിട്ടുന്നില്ലായെങ്കിലും അത് ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ സഫീറ, നമുക്കേ ഒരു അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ലേ, അത് നമ്മൾ ചമ്മുന്നില്ല. നമ്മൾ പോണ പോലെയാണ് പോകുന്നില്ല. നമുക്ക് കിട്ടാറില്ല പറയുന്നത്, കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് തോന്നിക്കണം, ആ ഫീൽ നമുക്ക് വരണം. ഓക്കെ. അപ്പൊ ഇന്ന് പാടിയതിൽ ആൺകുട്ടികളായിട്ട് ആരും വന്നില്ല. യെസ്, ഓക്കെ ലക്ഷ്മി. യെസ്, എന്നാ അഭിരാമി പാടിക്കോളൂ. സാറ് പാടാൻ അറിഞ്ഞൂടെ, നല്ല ശ്രമിക്കണേ. യെസ്, ധൈര്യമായിട്ട്. തിരക്കേടും നിരവിലേ ഉയരേ എന്നെ തേടി അലകിറായ് കര சொல்ல അഴകിരേ ഉയരേ അൻപേ നീവാ. അത്ര അറിയുള്ളൂ സാറേ. മതി മതി. ഓക്കെ ഓക്കെ. എന്താ പറയാ, പാടാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞത് എളിമ കൊണ്ട് പറഞ്ഞതാണല്ലേ, വിനയം കൊണ്ട് പറഞ്ഞതാണ് അല്ലേ? യെസ്, അത് മറ്റുള്ളവരുടെ കമന്റുകൾ കാണുമ്പോൾ അറിയാലോ. യെസ്, ഓക്കെ. അപ്പോ ഞാൻ ഇന്നിപ്പോ ലാസ്റ്റ് നമ്മൾ ക്രിസ്തുമസ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുമസിന് ശേഷമായതുകൊണ്ടും ഒക്കെയാണ്. പിന്നെ നിങ്ങളുടെ ആ മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിനും വിചാരിച്ചിട്ടുള്ള പറഞ്ഞു. ഇന്ന് നമ്മള് പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാവും തീർച്ചയായിട്ടും. ഓക്കെ രേവതി. ഓക്കെ ഓക്കെ. രേവതിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ രേവതി ഒരു അരക്കൈ നോക്കി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അവസരം തരാം. ഇനിയും ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ കൃത്യമായ ക്രിസ്തുമസ് ആശംസകൾ. ന്യൂ ഇയറിന് മുമ്പ് നമ്മൾ വീട്ടിൽ കാണും എന്നുള്ളത് കൊണ്ട്
എല്ലാവർക്കും ഓക്കെ. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇനി എനിക്കും നമുക്ക് അടുത്ത ഇത് വരെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യമായ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ഈ ക്രിസ്തുമസ് എല്ലാവർക്കും മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. We will meet in the next class next day. Happy and Merry Christmas. Okay. Okay.